പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ഇരിപ്പുകാരത്തേക്ക് യോഹന്നാൻ ഇപ്പോൾ വള്ളത്തിൽ തന്നെ ഇരിക്കുകയല്ല ചെയ്തത്. ഇതുപോലെ ഇരുന്ന് പണിമേടിച്ച ഒരാളുണ്ട് ബൈബിളിൽ. ആരാണെന്നറിയാമോ? ബെഥനിയിലെ മറിയം. മേരി മാഗ്ദലനല്ല, അത് മാഗ്ദലനിലെ മറിയമാണ്. ലാസറിൻ്റെ പെങ്ങളെ ബെഥനിയിലെ മറിയമാണ്. ആ പാർട്ടി ഇരുന്ന് പണിമേടിച്ച ആളാണ്. എപ്പോഴും ഓർത്തേക്കണം, നിങ്ങൾ ഇങ്ങനെ ഇരുന്നെന്ന് പറയുമ്പോൾ ഇരുന്ന് ജപമാല ചൊല്ലുക, ഇരുന്ന് പ്രാർത്ഥിക്കുക, വല്ല കുഴപ്പമുണ്ട്. പക്ഷേ പണിമേടിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. എന്താ കാര്യം? നമ്മൾ അത് കർത്താവാണെന്ന് പറയുന്ന അത്തരം കൊണ്ട് ഏറ്റു പറയണത് കറക്റ്റാണ്. പക്ഷേ അതേസമയം തന്നെ ദൈവം അവന് മരിച്ചോന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നതിന് ഇറങ്ങി പ്രവർത്തിക്കാത്തോളം കാലം ഉടമ്പടിയുടെ സ്പീഡ് ഉണ്ടാകത്തില്ല. ഉടമ്പടി ലക്ഷ്യം ഫ്ലോപ്പാകാൻ സാധ്യതയുണ്ട്. ഈ നിങ്ങൾ 10:39 ലൂക്കാൻ്റെ സുവിശേഷം എന്താണ്? കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് ഇപ്പോൾ വചനം വായിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും വചനം വായിക്കും, പക്ഷെ നടപ്പിൽ വരത്തില്ലേ. വചനം വായിക്കുന്നതിന് ഒരു പഞ്ഞുമില്ല. 1 മണിക്കൂർ 2 മണിക്കൂർ വചനം എഴുതണവരുണ്ട്. ഒരു ജന്മം മുഴുവനും വചനം 3 ബൈബിളൊക്കെ എഴുതുന്ന ആൾക്കാരുണ്ട്. എഴുതണതും വായിക്കണതുമല്ല, അത് ഫസ്റ്റ് ഹാഫാണ് സാധനം. ഇത് എക്സിക്യൂട്ട് ചെയ്യണം, വചനം നടപ്പിൽ വരുത്തണം. മറിയം എന്ന് പറഞ്ഞാൽ എന്താണ്? അവൾക്ക് ലാസ്റ്റിൻ്റെ 2 പെങ്ങന്മാരാ. ഒന്ന് മറിയം എന്താണ്? കർത്താവ് പറയണ വചനം കേട്ടോണ്ടോ, ഇനി വചനം എഴുതിക്കൊണ്ടോ, വചനം വായിച്ചോണ്ടോ അവിടെ തന്നെ ഇരുന്ന്. ഈ ഇരിപ്പുകാർ ഭയങ്കരമാണ്. ഇരിപ്പുകാർ എന്നും ഇരിപ്പുകാരായിരിക്കും. ലാസർ മരിച്ചില്ല എൻ്റെ ഇടയ്ക്ക്. കുടുംബത്തിൻ്റെ ആണും പോയി, തുണയും പോയി, താങ്ങും പോയി. മറിയത്തിൻ്റെ IC പൊട്ടിപ്പോയി. ഇരിപ്പുകാരുടെ അവസ്ഥ കണ്ട. അത് തിരിച്ചു വരുമ്പോൾ നമ്മൾ വായിക്കാൻ പറ്റും. 11:20 യോഹന്നാന്റെ സുവിശേഷം. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. ചമ്മന്തി അരിച്ച പാർട്ടിയാണ് ഇപ്പം ചാടി മുമ്പിൽ വീണിരിക്കുന്നത്. കണ്ടില്ലേ? കളിമാറണം കണ്ടില്ലേ? എന്താ പറയണത്? യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മാർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. പുറത്തേക്ക് വന്നതാരാണ്? മാർത്തായാണ്. മറ്റത് മിണ്ടാമടത്തിൽ ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ മിണ്ടാമടം തെറ്റാണെന്ന് ഞാൻ പറയണില്ല, പക്ഷേ അത് ഫസ്റ്റ് ഹാഫ് മാത്രമാണ്. യു മസ്റ്റ് ആക്ട്. അത് വേറെ ഒരു വിഷയമാണ്. കാരണം യേശു കർത്താവാണെന്ന് പറയണത് ഒരു യേശു കർത്താവാണ്. അതിൻ്റെ 10:9 രക്ഷ കരഗതമാകുന്നതിൻ്റെ ആക്ടിവേറ്റ് ചെയ്യുന്നതിൻ്റെ സെക്കൻഡ് ഹാഫ് എന്താണ്? ദൈവം അവനെ മരിച്ചോന്ന് ഉയർപ്പിച്ചു. അതിനെന്ത് ചെയ്യണം എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. അതിനെന്ത് ചെയ്യണം? യാക്കോബ് 2:17 വിശ്വാസം പ്രവൃത്തിയാലാണ് നീതീകരിക്കപ്പെടുന്നത്. പ്രവൃത്തി ഇല്ലാത്തുള്ള കാലം പ്രാർത്ഥന മാത്രമാണെങ്കിൽ പണി കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ആ പണി കിട്ടിയ ആളാണ് മറിയം. മറിയത്തിന് എന്താ പണി കിട്ടിയിട്ട് നോക്കി വായിച്ചേ 11:20 വായിച്ചേ യോഹന്നാന്റെ സുവിശേഷം. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ യേശു വരുന്നെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. അത് വല്ല കാര്യമുണ്ടാ പറയാൻ? അത് എഴുതി വെച്ചിരിക്കുന്ന അവിടെ. വീട്ടിൽ ഇരുന്നത് പരിശുദ്ധാത്മാവിന് ഇഷ്ടപ്പെട്ടില്ല. വീട്ടിൽ തന്നെ ഇരുന്നത് പറയേണ്ട കാര്യമില്ലല്ല. മാർത്ത ചെന്നെന്ന് പറഞ്ഞാൽ മതില്ലേ? നല്ല കാര്യം പറഞ്ഞാൽ പോരെ, എന്തിനാ മോശം കാര്യം പറയണത്? പരിശുദ്ധാത്മാവിന് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് പറയണത്. മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യാൻ ധരിക്കരുത്. പുറത്ത് ഇറങ്ങി വരണം. പുറത്തിറങ്ങി വന്നുള്ള ഗുണം എന്താണ്? മാർത്തായോട് എന്താ പറഞ്ഞത്? മറിയത്തിന് കൊടുക്കുക. ഈ വചനം മുഴുവൻ പണ്ട് കർത്താവിൻ്റെ അടുത്ത് വന്നപ്പോഴേ കേട്ടോണ്ടിരുന്ന ആരാണ്? മറിയം. പക്ഷെ മറിയത്തിന് ആ വചനം പ്രയോജനപ്പെട്ടില്ല. മറിയം കേട്ടു എന്നുള്ള കാര്യം സത്യമാണ്, വിശ്വസിച്ചില്ല. ഹെബ്രായർ 4:2 ശ്രുതികട്ടെ ഹല്ലേലൂയ. അവർക്കെന്നതുപോലെ തന്നെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത്. എന്നാൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം അവർ അത് വിശ്വസിച്ചില്ല. മറിയം അത് വിശ്വസിച്ചിട്ടില്ല, കേട്ടോണ്ടിരുന്നെന്ന്. ഈ വായിക്കുന്ന പല ആൾക്കാരും വചനം വിശ്വസിക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. വായിക്കാത്തവൻ വചനം നടപ്പിൽ വരുത്തുന്നുണ്ടെങ്കിൽ അവനാണ് വിശ്വാസി. ഇവിടുത്തെ കുറച്ച് വിഷയമുണ്ട്. ഇതിൻ്റെ അകത്ത് ശരിക്കും ഒരു വിഷയമുണ്ട്. ഉടമ്പടി ചെയ്യുന്ന പ്രാർത്ഥനയാണ്, ചൊല്ലുന്ന പ്രാർത്ഥനയല്ല. എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്താ സംഭവിക്കാൻ പോണത്? യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വെളിപാടെന്താണ്?
ഐ ആം ദ ലൈഫ് ആൻഡ് റിസറക്ഷൻ. ഇതിനേക്കാൾ വലിയ വെളിപാടുണ്ടോ? ഞാനാണ് ജീവൻ, ഞാനാണ് പുനരുദ്ധാനം എന്നല്ലാതെ യേശുവിൻ്റെ ഇതിനേക്കാൾ വലിയ വെളിപാടുണ്ടോ? ഈ വെളിപാട് ആർക്കാണ് കിട്ടിയത്? 11:25 യോഹന്നാന്റെ സുവിശേഷം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മർത്ത പറഞ്ഞു, അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ. യേശു അവളോട് പറഞ്ഞു. ആരോട്? മാർത്തായോട്. എന്താ പറഞ്ഞത്? ഞാനാണ് പുനരുത്ഥാനവും ജീവനും. ഇത് മറിയത്തോട് പറയേണ്ടതായിരുന്നു. കാര്യം ഈ ഭൂമിയിലെ ഏറ്റവും വലിയ വെളിപാടാണ്. പത്രോസിനെ കിട്ടിയതിനേക്കാളും യോഹന്നാനെ കിട്ടിയതിനേക്കാളും ഏറ്റവും വലിയ വെളിപാടാണ്. എന്താണ്? ഞാനാണ് പുനരുത്ഥാനവും ജീവനും. ഇതെന്തിനാണ്? ഇത് മറിയത്തെ കിട്ടേണ്ടതാണ്. കാര്യം മറിയത്തിനാണ് സർട്ടിഫിക്കറ്റ് കിട്ടിയത്. അക്കാഡമിക് സർട്ടിഫിക്കറ്റ് കൊടുത്തല്ല ഈശോ അന്ന് വന്നപ്പോൾ. നല്ല കാര്യം തിരഞ്ഞെടുത്തു എന്നൊക്കെ പറഞ്ഞില്ലേ? നല്ല കാര്യം തിരഞ്ഞെടുത്തു. പക്ഷെ നല്ല കാര്യം തിരഞ്ഞെടുക്കുന്നതും അത് നടപ്പിൽ വരുത്തുന്നതും 2 കേസാണ്. നല്ല കാര്യം തിരഞ്ഞെടുത്തെന്നേ പറഞ്ഞുള്ളൂ ഈശോ. അത് നടപ്പിൽ വരുത്തിയെന്ന് പറഞ്ഞില്ല. തിരഞ്ഞെടുത്ത ആളല്ല നടപ്പിൽ വരുത്തിയിരിക്കുന്നത്. അതാരാണ്? അത് അന്ന് കഞ്ഞിയും കപ്പയൊക്കെ ഉണ്ടാക്കാൻ പോയ കക്ഷിയില്ലേ, അതിൻ്റെ ഇടയ്ക്ക് കൂടി ഒരു തല കാണിച്ച് ചെവി കാണിച്ച് കർത്താവിൻ്റെ വചനം അയാളാണ് ചാടി ആദ്യം വന്നത്. ആങ്ങളെ മരിച്ചാലും അതായത് ഉള്ള തൂണും തുണയും നഷ്ടപ്പെട്ടാലും അവൾ പറയുന്നൊരു വാക്കുണ്ട്, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ല. ഐ നോ ഇറ്റ്. അത് വചനത്തേക്കാൾ ഉപരി നിന്നോട് സ്നേഹത്തിൽ ഞാൻ മനസ്സിലാക്കിയ സത്യമാണ്. അതുകൊണ്ട് ആണ് ഈശോ, നോക്കൂ അവൻ അവരെ എന്തുമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന്. യേശുവിൻ്റെ സ്നേഹം മനസ്സിലാക്കിയ ഒരാളാണ് മാർത്ത. യേശുവിൻ്റെ സ്നേഹം മനസ്സിലാക്കുന്നവൻ അത് പ്രഖ്യാപിക്കാൻ ആദ്യമേ വരും. അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. അപ്പോൾ യേശു പറഞ്ഞു, നിൻ്റെ സഹോദരൻ ഉയർത്തി നിൽക്കും. അപ്പോഴും വചനം കേൾക്കാതിരുന്ന അന്ന് ഭക്ഷണപാനീയങ്ങൾ ഉണ്ടാക്കാൻ പോയ മാർത്ത പറയുവേ, അന്തിമ നാളിൽ, ഐ നോ ഇറ്റ് മൈ ലോർഡ്, അന്തിമ നാളിൽ പുനരുദ്ധാന ഘട്ടത്തിൽ അവൻ ഉയർത്തി നിൽക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഈശോ പറഞ്ഞു, ഐ ആം ദ ലൈഫ് ആൻഡ് റിസറക്ഷൻ. അതാരോട് പറഞ്ഞു? മാർത്തായോട് പറഞ്ഞു. സി, ആരാണ് ഇറങ്ങി പുറപ്പെടുന്നത്? ആരാണ് ആദ്യം വിശ്വാസം പ്രഖ്യാപിക്കുന്നത്? ആരാണ് തൻ്റെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് വിശ്വാസത്തെ നീതീകരിക്കുന്നവന്? അവൻ കർത്താവ് അവനെ വിളിക്കും, കർത്താവിന് വെളിപ്പെടുത്തും. ഞാൻ സ്നേഹിക്കുന്നവനെ എന്നെ തന്നെ വെളിപ്പെടുത്തുമെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിലെ 21:17. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുൻപിൽ, ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുൻപിൽ, ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടും മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടും മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാൽ പിന്മാറുകയിനി ഞാൻ. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാൽ പിന്മാറുകയിനി ഞാൻ. യോഹന്നാന്റെ സുവിശേഷം 14:21. എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പറഞ്ഞു, എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കും. എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഈശോ ആർക്കാണ് വെളിപ്പെടുത്തിയത്? മാർത്തായിക്ക്. എന്താണ് അങ്ങനെ വെളിപ്പെടുത്താൻ കാരണം? മാർത്ത, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നെന്ന് മാർത്ത പറയണത് ഇറ്റ് വാസ് ഔട്ട് ഓഫ് ലവ്. കർത്താവിൻ്റെ സ്നേഹത്താൽ, ഇത്രയും ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവ്
ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ചാകത്തില്ല, ഞങ്ങൾ ജീവിക്കുമെന്ന് പ്രഖ്യാപിക്കണം. കൈ അടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ ആരാധന. ഓരോ പ്രവർത്തനങ്ങളും ഓരോ സാക്ഷ്യങ്ങളാണ്. ഓരോ സാക്ഷ്യങ്ങളും നമുക്ക് നൽകുന്നത് ദൈവസ്നേഹമാണ്. ഈ ദൈവസ്നേഹം വർദ്ധിക്കുന്നതനുസരിച്ചാണ് വെളിപാടുകൾ, ഓരോ വഴികൾ, പോം വഴികൾ തെളിഞ്ഞ് വരണത്. ഇപ്പം ചില പറഞ്ഞില്ലേ, അച്ഛാ ഞങ്ങൾ വെയിറ്റ് ചെയ്തു, കാരണം അച്ഛൻ്റെ ധ്യാനം, ഉടമ്പടി ധ്യാനം കൂടിയപ്പോഴേ ഞങ്ങൾക്ക് വെയിറ്റ് ആൻഡ് സീ ഹൗ ഗുഡ് ഈസ് ദ ലോഡ് എന്ന് അച്ഛൻ പറഞ്ഞു തന്നു. ഞാൻ ഓർക്കണില്ല, പണ്ടെങ്കോ പറഞ്ഞതാണ്, ഈ വചനത്തിനിടയ്ക്ക് വരുന്നതല്ലേ. പക്ഷേ അവർക്ക് അതിൽ നിന്നൊരു മെസ്സേജ് കിട്ടി. എന്താണ്? അവർ പ്രോസസ്സിങ്ങിന് വെയിറ്റ് ചെയ്യാൻ, ഇപ്പോൾ പൈസ കൊടുക്കണ്ട, അതാണ് സംഭവം. ഇപ്പോൾ പൈസ കൊടുക്കണ്ട, വെയിറ്റ് ചെയ്യാൻ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. എൻ്റെ ദൈവപൈതലെ, കടം, രോഗം, ജീവിതം, ജോലി, യാത്ര, അല്ലെങ്കിൽ ഭാഗോടമ്പടി, നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിലൊരു തീരുമാനം എടുക്കാൻ കഴിയാണ്ട് നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്ത് ദൈവത്തിൻ്റെ സ്നേഹത്തെ വർദ്ധിപ്പിച്ചിരിക്കുമ്പോൾ ഈ 14-21 വർക്കൗട്ട് ചെയ്യും. എന്താണ് വർക്കൗട്ട് ചെയ്യണത്? ഞാൻ സ്നേഹിക്കുന്നവനെ എന്നെ തന്നെ വെളിപ്പെടുത്തും. മനസ്സിലായില്ലേ? കർത്താവിൻ്റെ വെളിപാടുകൾ വ്യക്തിപരമായി സ്വീകരിക്കാനുള്ള എളുപ്പ വഴിയെന്ന് പറയുന്നത് കർത്താവിൻ്റെ സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസമാണ്. ഗലാത്യർ 4:5-6 ശ്രുതികടെ ഗലാത്യർ 5:6 സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസമാണ് സുപ്രധാനം. ഒന്ന് പറഞ്ഞേ. സ്നേഹത്തിലൂടെ സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസമാണ് സുപ്രധാനം. ഗലാത്യർ 5:6. ദൈവസ്നേഹത്തിലൂടെ പിന്നെന്ത് ചെയ്യണം? പ്രവർത്തന നിരതമായിരിക്കണം. ഉടമ്പടി നിങ്ങളെ പ്രവർത്തന നിരതമാക്കും. ഉടമ്പടി എടുത്തിട്ട് ഈ കല്ലറിൽ പോലെ ഇരുന്ന് കഴിഞ്ഞാൽ പണിയാകാൻ സാധ്യതയുണ്ട്. കാര്യം എന്താ? ഗലാത്യർ 5:6 എന്താ പറയണത്? ഒന്ന് പറഞ്ഞ, സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം. പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയോടുള്ള സ്നേഹം പ്രവർത്തനങ്ങളിലൂടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ നിരന്തരമായ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങയുടെ വെളിപാടുകൾ കിട്ടും വരെ ഉടമ്പടിയിൽ വളരാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. മഹത്വം, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നത് ചെയ്തിടും, ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നതും ചെയ്തിടും, ജീവിതം ധന്യമായി തീർന്നിടും. എല്ലാവരും എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. രോഗമുള്ളിടത്തെല്ലാം കൈകൾ വെച്ച് പ്രാർത്ഥിക്കണം. ഉദര രോഗികൾ ഉദരത്തിൽ കൈവെക്കണം. ശ്വാസകോശ രോഗികൾ, നെഞ്ച് രോഗികൾ, ഹൃദയ രോഗികൾ ഹൃദയത്തിൽ കൈവെക്കണം. സ്പോണ്ടിലോസിസുകാർ, ടോൺസിറ്റ്, തൈറോയ്ഡ് രോഗികൾ തൊണ്ടയിൽ കൈവെക്കണം. കൂടുതൽ രോഗങ്ങളുള്ളവർ കൈകളുടെ ശരീരം മുഴുവനും ഇതുപോലെ സ്വസ്തിക പോലെ പൊത്തി കർത്താവിന് വെക്കുക, കൈയേൽപ്പിക്കണം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ,
ഉള്ളങ്കാലം മുതൽ ഉച്ച വരെ ഉള്ളങ്കാൽ മുതൽ ഉച്ചി വരെ കർത്താവേ കർത്താവേ നിന്റെ വിശുദ്ധ രക്തം ഒഴുക്കണമേ. നിന്റെ വിശുദ്ധ രക്തം ഒഴുക്കണമേ. കർത്താവേ കർത്താവേ ഉള്ളങ്കാലം മുതൽ ഉച്ച വരെ ഉള്ളങ്കാൽ മുതൽ ഉച്ചി വരെ നിന്റെ വിശുദ്ധ രക്തം ഒഴുക്കണമേ. നിന്റെ വിശുദ്ധ രക്തം ഒഴുക്കണമേ. യേശുവേ യേശുവേ ക്യാൻസർ രോഗികളെ ക്യാൻസർ രോഗികളെ ഇപ്പോൾ സുഖപ്പെടുത്തണമേ. ഇപ്പോൾ സുഖപ്പെടുത്തണമേ. ഏറ്റവും വലിയ മരുന്നായ ഏറ്റവും വലിയ മരുന്നായ ഏറ്റവും വലിയ കീമയായ ഏറ്റവും വലിയ യേശുക്രിസ്തുവിന്റെ വിശുദ്ധ രക്തം ക്യാൻസർ രോഗികളുടെ മേൽ അവരുടെ സിരകളിൽ ഒഴുകട്ടെ. യേശുവിന്റെ നാമത്തില് ക്യാൻസർ രോഗികളെ മാറാ രോഗികളെ യേശുവിന്റെ നാമത്തില് കിഡ്നി രോഗികളെ യേശുവിന്റെ നാമത്തില് ഹൃദയ രോഗികളെ യേശുവിന്റെ നാമത്തില് ഹൃദയ രോഗികളെ സൗഖ്യമാകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ 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 യേശുവേ പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികളെയും സൗഖ്യത്തിലേക്ക് അനേകമേ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സദയം തുടരെ സുഖമായ എൻ്റെ ഉള്ളം അരികിൽ വരേ സദയം തുടരെ സുഖമായ എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശരീരം മുഴുവനും ഇങ്ങനെ പാടുകൾ വരുന്നവരെ, നീര്, പൊട്ട്, കുരുക്കള്, ചൊറിച്ചില്, ചിരങ്ങ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ്. അലർജി രോഗികൾ, കർത്താവ് അലർജി രോഗികളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വെള്ളത്തിൻ്റെ അലർജി, പൊടിയുടെ അലർജി, ലോഹങ്ങളുടെ അലർജി, എല്ലാ അലർജി രോഗികളെയും യേശുവിൻ്റെ നാമത്തിൽ സമർപ്പിക്കുന്നു. കർത്താവേ, നിന്റെ തിരുമുറിവ് വാർന്ന വലത് കരത്താൽ അവരെ സ്പർശിക്കണമേ. സ്രാവരോഗികളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൂരങ്ങളിൽ നിന്നും ബ്ലഡ്, മുക്കസ്, അങ്ങനെ പോലെ ഓരോരോ തന്നെ വെള്ളപ്പൊക്ക്, വ്യത്യസ്തങ്ങളായ സ്രാവരോഗങ്ങളെ മാതാവേ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോ കേൾപ്പിക്കുന്നു. ശ്രുതികട്ടെ. ദൈവശക്തിയാൽ സ്രാവരോഗങ്ങളെ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അരികിൽ വരേണേ സദയം തുടരെ സുഖമായ എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തുടരെ സുഖമായ എൻ്റെ ഉള്ളം. കിഡ്നി രോഗികൾ നടുവിന് കൈവച്ച് പ്രാർത്ഥിക്കണം. നടുവിൻ്റെ കശേരികൾക്ക് നടക്കാൻ പാടില്ലാത്തവരുണ്ട്, അവരും നടുവ് കൈവച്ച് പ്രാർത്ഥിക്കണം. ഈ രോഗമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന വീട്ടിലുള്ള രോഗികൾക്ക് വേണ്ടി നിങ്ങൾ അവരുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കണം. ഞാനിതൊക്കെ പഠിച്ചത് ജനങ്ങളിലേക്ക് കർത്താവ് സാക്ഷ്യം നൽകുന്നത് കണ്ടിട്ടാണ്. എത്രയോ പേരാണെന്നറിയാമോ മക്കളില്ലാത്തവർക്ക് വേണ്ടി അവർ രാജ്യത്ത് പോലും ഇല്ല, അവരറിഞ്ഞിട്ട് കൂടിയില്ല, പക്ഷേ സ്വന്തം വയറ്റിൽ ഉടമ്പടി തൈലം പൂശിയും സ്വന്തം വയറിൽ സമർപ്പിച്ചൊക്കെ പ്രാർത്ഥിക്കുന്നവർ. നിങ്ങൾ യേശുവിൻ്റെ നാമത്തിലാണ് നിങ്ങളുടെ ശരീരത്തിൽ വിശ്വാസം പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ അതിന് നാളും തരവും കാലവും സ്ഥലവും ഒന്നും ബാധകമല്ല. കാര്യം എന്താണ്? യേശു കാലാതീതനും സ്ഥലാതീതനുമാണ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ തേയ്മാനമുള്ളവർ എല്ലാവരെയും ഈ സദയം തുടരെ സുഖമായ എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തുടരെ സുഖമായ എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശരീരത്തിൽ മുഴകളുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ക്യാൻസറിൻ്റെ മുഴയുണ്ട്, സിസ്റ്റുകളുണ്ട്, പലതരത്തിലുള്ള മുഴകളുള്ളവർ, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഓൺലൈനിലുള്ളവർ പ്രാർത്ഥന ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുക.
പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ശരീരത്തിൽ മുഴകളുള്ളവരെ, ശരീരത്തിൽ മുഴകളുള്ളവരെ, ഉച്ചി മുതലേ ഉള്ളംകാല് വരെ, പേശികളിലെ കോശങ്ങളിലെ ഞരമ്പുകളിലെ മുഴകളുള്ളവരെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. രോഗങ്ങളെ യേശുനാമത്തിലെ സൗഖ്യമാകട്ടെ. സദയം തൊടേണേ സുഖമായിടം എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടം എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കൾ ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ കർത്താവ് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഒരു ബാലനെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ, ഇവന് ഒരു 7 വയസ്സുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ കൊച്ചുമക്കളിലെ 7 വയസ്സ്, 6 വയസ്സ്, 5 വയസ്സ്, 9 വയസ്സ്, അവരുടെ കൂട്ടത്തിൽ ഓട്ടിസം ഉള്ളവരുണ്ടാകും, ഡൗൺ സിൻഡ്രോം ഉള്ളവരുണ്ടാകും, ചിലപ്പോൾ ഫിക്സ് ഉള്ളവരുണ്ടാകും. ഓട്ടിസം, ഡൗൺ സിൻഡ്രോം, ഫിക്സും ഒക്കെ ഇവിടെ സുഖപ്പെട്ട സാക്ഷ്യങ്ങൾ നമ്മൾ യൂട്യൂബിലുണ്ട്. അപ്പം അമ്മ എല്ലായിടത്തും ഇടപെടുമെന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോൾ എന്ത് വൈദ്യശാസ്ത്രം പറഞ്ഞാലും ഈ ദിവസങ്ങളിലൊക്കെ ഉള്ള സാക്ഷ്യങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ മനസ്സിലാകും. നിങ്ങളത് വിശ്വസിക്കുന്നത്, ആനുപാതികയുടെ വിശ്വാസം പ്രഖ്യാപിക്കുന്നത്, അത് പ്രയോഗവരക്കരിക്കുമ്പോൾ നിങ്ങൾ സത്യസന്ധന്മാരായിട്ട് ദൈവത്തിന് തോന്നുന്നു. അതോടുകൂടി ദൈവം നിങ്ങളോട് വിശ്വസ്തത കാണിക്കുകയാണ്. അല്ലെങ്കിലും കാണിക്കുമെന്നല്ല, സമയത്തിൻ്റെ പ്രശ്നമാണ് അവിടെ കൈകാര്യം ചെയ്യുന്ന ഉടമ്പടി. ഉടമ്പടിയുടെ പ്രശ്നം സമയമാണ് കൈകാര്യം ചെയ്യുന്നത്. ദൈവം വിശ്വസ്തനാണ്. നിങ്ങൾ വിശ്വസ്തരായിരിക്കുമ്പോൾ ഞാൻ വിശ്വസ്തനായിരിക്കണമെന്ന് 2 തിമോത്തി 2:13 പറയും. പക്ഷേ എപ്പോഴെങ്കിലും നമുക്ക് കാര്യങ്ങൾ നടന്നാൽ പറ്റത്തില്ല. സമയം ബന്ധിതമാകണം. സമയത്തെ ചുരുക്കണത് എന്താണ്? നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രവർത്തനങ്ങളാണ്, പ്രാർത്ഥനയല്ല. അവൻ സമയമായില്ല എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് അമ്മയോട് പറയും, മേരി സമയമാകില്ലെങ്കിലേ അവൻ പറയണത് നടപ്പിൽ വരുത്തിയാൽ മതി, അവൻ പറയുമ്പോൾ ചെയ്താൽ മതി, ആകാത്ത സമയമാകും. ഇപ്പം സമയത്തിൻ്റെ ചുരുക്കം തന്നെ എങ്ങനെയാണ്? പ്രവർത്തനങ്ങളിലാണ്. അമ്മയുടെ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമായ പരിശുദ്ധ അമ്മയിൽ നിന്നാണ് ഈ സമയച്ചുരുക്കത്തിൻ്റെ സുവിശേഷം ചിറക് വിരിക്കുന്നത്. കൈയിട്ടിച്ച് കിടത്താൻ சொல்லி പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ജീവിത പങ്കാളികളെക്കുറിച്ച് ആകുലപ്പെടുന്നവരെ കർത്താവ് മനസ്സിൽ ഓർപ്പിക്കുന്നുണ്ട്. They are most anxious. ജീവിതത്തിൻ്റെ ഒരു അട്രാക്ഷൻ, നമ്മളെ ആവശ്യമുള്ള ഒരു കാലം കഴിഞ്ഞു, ഇനി നിൽക്കട്ടെ, ചാകട്ടെ എന്നുള്ള മാനസികാവസ്ഥ കുടുംബത്തിൽ ജീവിത പങ്കാളിക്ക്, ഭർത്താവിന്, ഭാര്യയ്ക്ക് രൂപപ്പെട്ട് വന്നാൽ, കുറഞ്ഞ പക്ഷം മക്കൾക്ക് രൂപപ്പെട്ട് വന്നാൽ, നിങ്ങൾ കർത്താവിനോട് മറുപടി പറയണമെന്ന് ഞാൻ പറയാൻ കാരണം നിങ്ങൾ ചെയ്തത് ഉടമ്പടി ആയതുകൊണ്ടാണ്. വിവാഹമെന്ന ഉടമ്പടി. പോയിന്റ് ടച്ച് മീ. അതായത് ചിലർക്ക് ഒരു കാലം കഴിയുമ്പോൾ ഒരു ഡോൺ കെയറാണ്. മക്കൾക്കുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു മരിപ്പ് വീട്ടിൽ പോയി. അപ്പോൾ മരിച്ച ആളിൻ്റെ പെങ്ങളുടെ മകൻ വന്ന് എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ അമ്മയും കിടപ്പാണ്, മരിക്കുമ്പോൾ അച്ഛനെ അറിയിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. എന്താണ് അവർ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇന്നലെ സംഭവിച്ച കാര്യമാണ്. ഞാനൊരു മരിപ്പ് വീട്ടിൽ പോയതാണ്. അപ്പോൾ അവിടെ നിന്ന് ആ മരിച്ചാളിൻ്റെ പെങ്ങളുടെ മകൻ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ അമ്മയും കിടപ്പാണ്, മരിക്കുമ്പോൾ അച്ഛനെ അറിയിക്കാമെന്ന്. എന്നാൽ അച്ഛൻ വരണമെന്ന് എന്നെ ബുക്ക് ചെയ്തവർ. എൻ്റെ അടുത്ത് വെച്ചാൽ അവൻ ഇപ്പം തന്നെ മരിച്ചതായിട്ട് കണക്കാക്കിയിരിക്കണം അമ്മ. ദിസ് ഈസ് ഒരു കൂദാശ ചെയ്ത ബന്ധത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. നിങ്ങൾ ആരെയും എഴുതി തള്ളരുത്. എപ്പോഴെങ്കിലും മരിച്ചോളൂ എന്നാണ് അവർ പറയണത്. എപ്പോഴെങ്കിലും മരിച്ചോളും. മക്കൾ ചിലരങ്ങനെ കരുതലുണ്ട്, അപ്പൻ അമ്മ കിടപ്പാണ്, എപ്പോഴെങ്കിലും മരിച്ചോളൂ.
അങ്ങനെ വന്നാൽ അത് കുദാശയോട് ഉള്ള ഒരു മറുതലിപ്പാണ്. കാര്യം നീ ജനിച്ചിരിക്കുന്നത് കുദാശയിലാണ്, അപ്പനും അമ്മയും ചെയ്ത കുദാശയിലാണ്. അതിനൊരു കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. അവരോട് പറഞ്ഞിരിക്കുന്നത് മക്കളെ സ്നേഹിക്കാൻ പറഞ്ഞിട്ടുണ്ട്, മക്കളോട് പറഞ്ഞിരിക്കുന്നത് അവരെ ബഹുമാനിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് ടൈം പറഞ്ഞിട്ടില്ല. അവർ ഈ ഭൂമി ഉള്ളിടത്തോളം കാലമെന്നാണ് എൻ്റെ അർത്ഥം. കുദാശ ഒരു ഉടമ്പടിയാണ്. അതല്ലേ ഈ അവസാനം പറഞ്ഞിരിക്കുന്നത്. ബൈബിള് തീരാൻ പോവുകയാണ്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ എഴുതി തീരാൻ പോവുകയാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ പറഞ്ഞ് അന്ത്യകാലങ്ങൾ ശ്രദ്ധിക്കണം, ലാസ്റ്റ് ചാപ്റ്റർ ശ്രദ്ധിക്കണം. നിൻ്റെ ആദ്യ ചാപ്റ്ററൊക്കെ നല്ലതായിരുന്നു, പക്ഷേ ലാസ്റ്റ് ചാപ്റ്ററും കൺക്ലൂഷനും ശ്രദ്ധിക്കണം. അതാണ് ഇന്നത്തെ സന്ദേശം, ഏറ്റവും വലിയ വെളിപാടെന്ന് പറയുന്നത്. ലാസ്റ്റ് ചാപ്റ്റർ ശ്രദ്ധിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൻ്റെ ആയാലും അമ്മയുടെ ആയാലും മക്കളുടെ ആയാലും പ്രാർത്ഥിക്കുക, കർത്താവേ എന്റെ ജോലി, എന്റെ വീട്, എന്റെ വിവാഹ ജീവിതം എല്ലാത്തിന്റെയും അവസാനം വരെ അങ്ങയോടുള്ള വിശ്വസ്തത പരിപാലിച്ചു പോരുവാൻ അഭിഷേകം ചെയ്യണം. സുഖമായ എൻ്റെ ഉള്ളം അരികെ വരേണേ, സദയം തൊടേണേ, സുഖമായ എൻ്റെ ഉള്ളം. കരയേറ്റത്തിൻ്റെ പ്രാർത്ഥനകളാണ്. ജോലിയില്ലാത്തവരെ, വീടില്ലാത്തവരെ, കടങ്ങളിൽ പ്രയാസപ്പെടുന്നവരെ, പെട്ടുപോയിരിക്കുന്നവരെ, ഞാനതാണ് എല്ലാ വിഷയവും എടുത്ത് അമ്മയെടുത്ത് കൊണ്ടുവരണത്. യാതൊരു ആശങ്കയും എനിക്കില്ല ഒന്നിനും. എനിക്ക് ആശങ്ക ഉള്ളത് നിങ്ങളുടെ കാണിക്കുന്ന കാര്യം. നിങ്ങളങ്ങനെ കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ. മനുഷ്യന് പ്രയാസമൊക്കെ വരുമ്പോഴേ ചിലപ്പോൾ പ്രാർത്ഥനയൊക്കെ വീണ് പോകത്തില്ലേ. എന്നാലും ഒന്ന് അവസാനം വരെ ഒന്ന് പിടിച്ചു നിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഞങ്ങൾക്ക് നിരാശ വരുമ്പോൾ, വീഴ്ചകൾ വരുമ്പോൾ, ഞങ്ങള് പതറിപ്പോകുമ്പോൾ, അവസാനം വരെ വിശ്വാസത്തിലെ, പ്രത്യാശയിലെ, പ്രാർത്ഥനയിലെ പിടിച്ചു നിൽക്കാനുള്ള പ്രത്യേക അഭിഷേകം, മരിയൻ അഭിഷേകം, അമ്മയ്ക്കുണ്ടായിരുന്ന അഭിഷേകം, കുരിശിന്റെ ചുവട്ടിൽ നിന്ന അഭിഷേകം എനിക്ക് നൽകണമേ, ഈ നിമിഷം നൽകണമേ. മക്കളില്ലാത്തവരെ അടിവയറ്റി കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ഇത് മക്കളെ ജനിപ്പിക്കുന്ന ഒരു ധ്യാനകേന്ദ്രമാണ്. എത്ര 24 കൊല്ലമായിട്ട് മക്കളില്ലാത്തവർ, 22 കൊല്ലമായിട്ട് 22 കൊല്ലമായിട്ട് മക്കളില്ലാത്തവർ. പണ്ടിങ്ങനെ ഒന്നും സംഭവിക്കത്തില്ലായിരുന്നു. ഈ ഉടമ്പടി ദൈവം തരുന്ന മുമ്പ് വല്ലതും 5-6 കൊല്ലമായിട്ട് മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെയല്ല. ഇപ്പോഴിതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. എല്ലാ ആഴ്ചകളിലും തന്നെ അത്ര സാക്ഷ്യങ്ങളുണ്ട്. അത് കാരണം അമ്മ ഈ വിഷയം നിന്നെ കൈവിടത്തില്ല. നീ ഈ കാര്യത്തെ മടുത്തു, നീ അത് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തതെന്ന് വിചാരിക്കുക. നീ അടിവയറ്റി കൈവെക്കുക, യേശുവിൻ്റെ നാമത്തിൽ അമ്മയുടെ മധ്യസ്ഥത്തിൽ എന്ന് പറയണം. നീ അടിവയറ്റി കൈവച്ചിട്ട് പറയണം, മകളെ, യേശുവിൻ്റെ നാമത്തിൽ അമ്മയുടെ മധ്യസ്ഥത്തിൽ എന്ന് പറഞ്ഞേ. യേശുവിൻ്റെ നാമത്തിൽ അമ്മയുടെ മധ്യസ്ഥത്തിൽ എന്നിട്ട് പറഞ്ഞേ, യേശുവിൻ്റെ നാമത്തിൽ അമ്മയുടെ മധ്യസ്ഥത്തിൽ എനിക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കട്ടെ, എനിക്ക് ജോലി ലഭിക്കട്ടെ, എൻ്റെ കടങ്ങൾ പരിഹരിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. സദയം തുടേണേ, സുഖമായ എൻ്റെ ഉള്ളം അരികിൽ വരേണേ, സദയം തുടേണേ, സുഖമായ എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവിതം ബ്ലോക്കായി പോയവരെ, ദാറ്റ് മീൻസ് വിവാഹം ഒത്തുവരാത്തവരെ, വീട് കെട്ടി പകുതിയായി നിന്ന് പോയവരെ,
വീട് ഉറഞ്ഞു നിന്നിട്ട് ഒരിടത്തും വെക്കാൻ പറ്റാതിരിക്കുന്നവരെ, ഇങ്ങനെ വീട് സംബന്ധമായ എല്ലാ വിഷയങ്ങളും നമുക്ക് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. വാടക ഒറ്റയൊക്കെ താമസിക്കുന്നവരുണ്ട്, വഴിയില്ലാത്തവരെ, വഴി തരാത്തവരെ, തർക്കപ്പുരയിടത്തിൽ താമസിച്ചിട്ട് എപ്പോഴും വഴക്കുള്ളവരെ, അത് കേസാകുന്നവരെ, ആവശ്യമില്ലാതെ നമ്മൾ ആക്രമിച്ച വഴികൾ ഇല്ലാത്ത വഴി വെട്ടിയുണ്ടാക്കി സംഘം ചേർന്ന് ആക്രമിക്കുന്നവരെ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടി ശ്രദ്ധിക്കട്ടെ. ദൈവം ഇടപെടാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. സദയം തുണേനേ സുഖമായി എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, ചെവിക്ക് കേൾവിക്കുറവുള്ളവർ, മുട്ടിക്കൊഴിഞ്ഞു പോകുന്നവർ, ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലക്ക് ചിരി വരും. മനുഷ്യൻ്റെ അവസ്ഥകളാണ്. നിങ്ങൾക്ക് ഈ ഓരോ കാര്യം നിങ്ങൾക്ക് സംഭവിച്ചു കഴിയുമ്പോൾ ആർക്കും നിങ്ങൾ എന്തുമാത്രം ഇത് വേദനാജനകമാണെന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ പറയാൻ പറ്റണതും പറയാൻ പറ്റാത്തതുമായ വിഷമതകൾ, മാനസികമായ ശാരീരികമായ, അവിടെ എല്ലാം കർത്താവ് ഇടപെടാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഓരോ മക്കളുടെ വ്യക്തിപരമായും സ്വകാര്യവുമായിട്ടുള്ള എല്ലാ വേദനകളും ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ 36 വർഷം അർപ്പിച്ച കുർബാനയുടെ ശക്തിയാൽ കൃപാസമർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ മാരക രോഗങ്ങൾ, തീരാവേദികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സദയം തുണേനേ സുഖമായി എൻ്റെ ഉള്ളം. അരികിൽ വരേണേ സദയം തുണേനേ സുഖമായി എൻ്റെ ഉള്ളം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ അതൊരു സുവിശേഷ സാക്ഷ്യമാണ്. ഈ ആഴ്ച ഓപ്പറേഷനിലേക്ക് പോകാൻ പോകുന്നവരെ, ഈ ആഴ്ചയിൽ സിസേറിയനിലേക്ക് പോകാൻ പോകുന്നവരെ, ഈ ആഴ്ചയിൽ ക്യാൻസറിൻ്റെ ഓപ്പറേഷൻ, ഹൃദയത്തിൻ്റെ ഓപ്പറേഷൻ, കരളിൻ്റെ ഓപ്പറേഷൻ, ശരീരത്തിലെ ഏതെങ്കിലും ഭാഗങ്ങൾ ഓപ്പറേഷനിലേക്ക് പോകാൻ പോകുന്നവരെ സമർപ്പിക്കാൻ പോവുകയാണ്. ഇനി പോസ്റ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ കിടക്കുന്നവർ, അവരേറ്റവും കൂടുതൽ പ്രാർത്ഥന ആവശ്യമുള്ളവരാണ്. ഓപ്പറേഷൻ കഴിഞ്ഞു, പക്ഷേ ഇൻറ്റൻസീവ് കെയറിലാണ് അവർ ഡോക്ടർ പറയും ഒരു ഗ്രോത്ത് കാണുന്നില്ല, ഒരു പ്രോഗ്രസ് കാണുന്നില്ല എന്ന് പറയുന്ന രോഗികൾ. കൃപാസന അമ്മ ഉടമ്പടി മാതാവ് സഞ്ചാരി മാതാവാണ്. പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, സഞ്ചാരി മാതാവേ, ഈ നിമിഷം, ഈ ആരാധന നിമിഷം, എപ്പോഴെല്ലാം ആരെല്ലാം എവിടെല്ലാം വെച്ച് ആരാധന കൂടുന്നു, അപ്പോഴെല്ലാം അവിടെ കൂടപ്പിറപ്പുകളുടെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് സഞ്ചരിച്ചെന്നുകൊണ്ട് അവരെ സ്പർശിക്കണമേ. അവരുടെ വേദന രോഗങ്ങളെ, അവരുടെ എല്ലാ വിഷമസന്ധികളെ ഏറ്റെടുക്കണമേ. സൗഖ്യം നൽകണമേ, വിടുതൽ നൽകണമേ. ശ്രദ്ധിക്കട്ടെ. സദയം തുണേനേ സുഖമായി എൻ്റെ ഉള്ളം. അരികിൽ വരേണേ സദയം തുണേനേ സുഖമായി എൻ്റെ ഉള്ളം. എഴുതിരുപോലെ ഹൃദയം മുരുകും നേരം പോലെ മെഴുതിരി പോലെ ഹൃദയം ഉരുകും നേരം. അരികിൽ വരേണേ സദയം തുണേനേ സുഖമായി എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ട്രാൻസ്ഫർ, ജോലി കിട്ടാത്ത അവസ്ഥകൾ,
വിസ പ്രോസസ് റിജക്റ്റ് ചെയ്ത അവസ്ഥകൾ, ഏജൻറ്റിന് പണം കൊടുത്തിട്ട് ഇനിയിപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാനും പറ്റണില്ല, നമ്മുടെ വിസ വരണമില്ല, ഇങ്ങനെ വിഷമസന്ധി നിൽക്കുന്നവർ ഈ സമയത്ത് മാതാവിന് സമർപ്പിക്കണം നമ്മളവരെ. പരീക്ഷ കുഞ്ഞുങ്ങൾ കൃപാസനത്തിൻ്റെ ഏറ്റവും വളരെ ശ്രദ്ധയോടെ എടുക്കുന്ന ഒരു വിഷയമാണ് പ്രൊഫഷണൽസിൻ്റെ പരീക്ഷ. അത് നീറ്റ് തൊട്ട് താഴേക്കെല്ലാം ഇതെല്ലാം പ്രൊഫഷണൽസ് എവിടെയെല്ലാം പരീക്ഷ എഴുതാൻ പോകുന്നുവോ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണിത്. ഉടമ്പടി ചെയ്തവരുണ്ട്, അവിടെ അമ്മമാർ ഉടമ്പടി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബന്ധുക്കൾ അവർക്ക് വേണ്ടി ഉടമ്പടി ചെയ്തിട്ടുണ്ട്, അവരുടമ്പടി ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ സർട്ടിഫിക്കറ്റുകൾ വിത്തുകളുടെയായിപ്പോയി കിട്ടണില്ല. കഴിഞ്ഞ ദിവസത്തെ സാക്ഷ്യം കേട്ടാൽ 14 കൊല്ലമായിട്ട് 11 കൊല്ലം സർട്ടിഫിക്കറ്റ് കൊടുക്കത്തില്ല. എന്താ കാര്യം? സർട്ടിഫിക്കറ്റ് കാണാനില്ലെന്നാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. സത്യമാണത്, സത്യം ആണ്. 11 കൊല്ലമായി സർട്ടിഫിക്കറ്റ് കാണാനില്ല. പുതിയ സ്റ്റാഫൊക്കെ വന്ന് എല്ലാം പോയി. ഒന്നിക്ക് ഒരു ജീവിതമാണ് പോണത്, ഒന്നും ചെയ്യാൻ പറ്റണില്ല. പക്ഷേ ഉടമ്പടി ചെയ്ത് 72 മണിക്കൂറിനുള്ളിൽ സർട്ടിഫിക്കറ്റ് വരും. അപ്പോൾ ഇവർ പറയും എനിക്ക് അവർ പൈസ മൊത്തം അടക്കാൻ പറയും. അവിടെ പറയും എൻ്റെ പൈസ ഇല്ല, അടക്കാനില്ല, നിങ്ങൾ ഇവിടെ വന്ന് വാങ്ങിക്കാൻ പറയും. പറ്റത്തില്ലെന്ന് പറയും. ഇവിടെ പറയാം എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്, ഇതിട്ടിട്ട് എങ്ങനെ വരാനാണ്? അവസാനം പോസ്റ്റിൽ വരും. നഷ്ടപ്പെട്ടു പോയ സംഭവമാണ്. ഒറ്റ ഉടമ്പടിയിൽ 11 കൊല്ലമായിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റ് അതാണ് പോസ്റ്റിൽ വരണത്. അപ്പോഴേ നിനക്കൊന്നും നഷ്ടപ്പെട്ടില്ല. നീ കൃപാസന മാതാവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നീ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്, നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇന്നൊരു വെളുപ്പിന് ഞാനൊരു സാക്ഷ്യം കേട്ട് 5 മാസമായിട്ട് അപ്പനെ കാണാനില്ലെന്ന്. 5 മാസമായിട്ട് അപ്പനെ എവിടെ പോയെന്ന് അറിയത്തില്ല. അന്വേഷണം തിരക്കിയും തീർന്ന് ഇനി ലോകം മുഴുവില്ല. ഉടമ്പടി ചെയ്ത് കഴിഞ്ഞ്, ഉടമ്പടി ചെയ്തില്ല, അപ്പനെ കാണാനില്ലാത്തതിന് വേണ്ടി ഉടമ്പടി ചെയ്യാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ്സിൽ 1 മണിക്കൂർ സഞ്ചരിച്ചപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് നിങ്ങളുടെ അപ്പൻ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത്രയും സ്പീഡാണ്. അതിടാൻ പോണ സാക്ഷ്യമാണ്. അപ്പോൾ കാണാതെ പോയ വ്യക്തികൾ തൊട്ട് വസ്തുക്കൾ വരെ ജീവിതം വരെ തിരിച്ചു പിടിക്കാനാണ് അമ്മ ഈ ഉടമ്പടി നമുക്ക് തന്നിരിക്കുന്നത്. അതുപോലെ നിൻ്റെ കാണാതെ പോയ എല്ലാ വസ്തുക്കളെയും, ഇപ്പോൾ സ്വർണ്ണമൊക്കെ വിറ്റ് പോയി കാണാം, വണ്ടിയൊക്കെ അടിച്ച് മാറ്റിയത് അതൊക്കെ പൊളിച്ച് വിറ്റ് കാണും. പക്ഷേ യു വിൽ ബി റീഫണ്ടഡ്. നീ അത് ചിന്തിക്കണം. അതിന് ബദൽ നിനക്ക് എന്താണ് നഷ്ടപ്പെട്ടത്? അതിൻ്റെ ജീവിതത്തിന് ആവശ്യമാണ്. വാഹനം ആവശ്യമില്ലാത്തതുണ്ടോ? ജീവിക്കണമെങ്കിൽ വാഹനം വേണം, പക്ഷെ അത് നഷ്ടപ്പെട്ടു, അത് തീരുന്നു, അത് കടമായി, അതിൻ്റെ ജപ്തിയായിപ്പോയി, ചിലക്കത് പുതിയ മേടിക്കാൻ പറ്റണില്ല. നിങ്ങളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ആവശ്യമല്ലേ അത്? അല്ല ആഡംബരം കാണിക്കാനോ ആൾ കളിക്കാനോ അഹങ്കരിക്കാനോ അല്ലല്ലോ. കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടി ഒരു മാർഗമല്ലേ, നിൻ്റെ ജോലിക്ക് പോകാൻ വേണ്ടിയല്ലേ. നീ അത് ചോദിക്കണം. ഇവിടെ നീ അത് ചിന്തിക്കേണ്ട. ഇപ്പോൾ നമുക്കതിങ്ങനെ മേടിക്കാനാണ് എന്ന് ചിന്തിക്കരുത്. അത് നമ്മൾക്ക് വേണ്ടി ചിന്തിക്കാൻ ദൈവം വേറെ ഒരാളെ നിശ്ചയിച്ചിട്ടുണ്ട്. അയാൾ പറയും തീരുമാനം എന്താണെന്ന്. അതുകൊണ്ട് നീ ഉടമ്പടിയിൽ ആ വിഷയം വെച്ചിട്ടില്ലെങ്കിൽ അത് ഇപ്പം മനസ്സുകൊണ്ട് വെക്കുക. അമ്മ ആ വിഷയം ഏറ്റെടുക്കട്ടെ, പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, രേഖാമൂലമുള്ള എല്ലാ തടസ്സങ്ങളും കൈമാറ്റത്തിന്റെ രേഖകളെ, അതിന്റെ തടസ്സങ്ങളെ, ഭാഗോടമ്പടി തടസ്സങ്ങളെ, സർട്ടിഫിക്കറ്റ് തടസ്സങ്ങളെ, വിസ തടസ്സങ്ങളെ, മറ്റ് ഗവൺമെന്റിന്റെ മുകളിലുള്ള എല്ലാ കൈമാറ്റങ്ങളുടെയും രേഖാമൂലമുള്ള തടസ്സങ്ങളെ യേശുവിന്റെ നാമത്തിലെ അമ്മയുടെ മധ്യസ്ഥത്തില് മാറിപ്പോകട്ടെ. സദയം തുടേണേ സുഖമായി എൻ്റെ ഉള്ളം. റിസൾട്ട് പ്രതീക്ഷിക്കുന്ന മക്കളെ, പരീക്ഷ എഴുതാൻ പോകുന്നവരെ, പുതുതായിട്ട് എഴുതാൻ പോകുന്നവരെ, എഴുതിപ്പോയ പരീക്ഷയുടെ റിസൾട്ട് ഒരു ഡിസാസ്റ്റർസ് ആണെന്ന് തോന്നണവരെ, ഇനി നല്ലവണ്ണം പരീക്ഷ എഴുതിയിട്ടൊന്നും പറഞ്ഞുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കുന്ന ആൾക്കാരില്ലേ, അത് അവരും പ്രാർത്ഥിക്കണം. നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയ എല്ലാ കാര്യവും ദൈവത്തിൻ്റെ കൈകളിൽ സുരക്ഷിതമാക്കണം. നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയ എല്ലാം ദൈവത്തിൻ്റെ കൈകളിൽ സുരക്ഷിതമാക്കുന്നത് വിശ്വാസത്താൽ സമർപ്പിക്കുമ്പോഴാണ്.
പ്രാർത്ഥിക്കുക. കർത്താവേ, കർത്താവേ, എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയ കാര്യങ്ങൾ, എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയ കാര്യങ്ങളെ, മക്കളുടെ സ്വഭാവം, ജീവിത പങ്കാളികളുടെ ദുർനടപ്പ്, എൻ്റെ പരീക്ഷയുടെ റിസൾട്ട്, എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിൽ നിന്ന് പോയത് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വിശ്വാസത്താൽ കർത്താവേ, അങ്ങ് കൈയേൽക്കണമേ. എൻ്റെ വിശ്വാസത്താൽ അങ്ങ് കൈയേൽക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഞങ്ങൾ വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്നു. സദയം തൊടേണേ സുഖമായി എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായി എൻ്റെ ഉള്ളം. മുട്ട നിൽക്കുക, മൗനമായി പ്രാർത്ഥിക്കണം. ഏതെങ്കിലും പ്രാർത്ഥന അച്ഛൻ ഈശോ എനിക്ക് വെളിപ്പെടുത്തി തന്ന പ്രാർത്ഥനകളൊക്കെയാണ് ഞാൻ സമർപ്പിച്ചിരിക്കുന്നത്. ഇൻ കേസ് പർട്ടിക്കുലർ സബ്ജക്റ്റ് എന്തെങ്കിലും മിസ്സായിട്ടുണ്ട്, നിങ്ങളുടെ ഏതെങ്കിലും പർട്ടിക്കുലർ സബ്ജക്റ്റ് മിസ്സായിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും സമർപ്പിക്കേണ്ട സമയമാണ്. ചിലപ്പോൾ ഡൈവേഴ്സ് ആകാം, ചിലപ്പോൾ കേസാകാം, ചിലപ്പോൾ ജഡ്ജ്മെൻറ്റ് എഴുതണ ദിവസമായിരിക്കാം, ഇത് ചിലപ്പോൾ പ്രമാണം നടക്കുന്ന ദിവസമായിരിക്കാം, ചിലപ്പോൾ ഈ ആഴ്ച നീ ഡോക്ടറെ കാണാൻ പോകുന്ന ദിവസമാകാം. അങ്ങനെ എന്തെങ്കിലും അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾ ഇപ്പോൾ അത് കൂട്ടിച്ചേർക്കുക. തീർച്ചയായിട്ടും ഈ അനുഗ്രഹത്തിൻ്റെ കൃപയുടെ സമയത്ത് അമ്മയുടെ സാന്നിധ്യത്തിൽ മധ്യസ്ഥതയിൽ കൂട്ടിച്ചേർപ്പ് നടക്കും. യാത്രയുണ്ടെങ്കിൽ യാത്ര സമർപ്പിക്കുക. മക്കളാരെങ്കിലും തിരിച്ചു പോരുന്നുണ്ടെങ്കിൽ അവിടെ തിരിച്ചു പോരലും സമർപ്പിക്കുക. ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ അതിട്ട് സമർപ്പിക്കുക. ടെസ്റ്റ്, വിലപണി ആരംഭിക്കുന്നുണ്ടോ, കച്ചവടം ആരംഭിക്കുന്നുണ്ടോ, വ്യവസായങ്ങൾ ആരംഭിക്കുന്നുണ്ടോ, അതൊക്കെ സമർപ്പിക്കുക. എല്ലാം പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കണമെന്ന്, ആരാധ്യനായ ഈശോയ്ക്ക് സമർപ്പിക്കണമെന്ന് പറയുക. ദൈവം അതെല്ലാം ഏറ്റെടുത്ത് ആശ്രയിക്കുന്ന സമയമാണ്. സ്ഥലം വാങ്ങിക്കാൻ പോകുന്നു, വാങ്ങിച്ച സ്ഥലം നോക്കാൻ പോകുന്നു, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നീ ചെന്ന് നോക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത സ്ഥലത്തേക്ക് നീ പോകുന്നു ആ സ്ഥലം കാണാൻ വേണ്ടി. ഒരു വിശ്വാസ പ്രമാണം ചെല്ലാൻ ആ സ്ഥലത്ത് പോയി അത് നീ സമർപ്പിക്കുക. ഞാൻ ഈ ആഴ്ചയിൽ പോകും, വിറ്റുമാറാത്ത പ്രശ്നമുള്ള സ്ഥലത്ത് ഞാൻ പോയി വിശ്വാസ പ്രമാണം ചെല്ലും, പരിശുദ്ധമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കും. അങ്ങനെ ഒരു യാത്ര നീ ചെയ്യിക്കുക. വേറെ റിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നിൻ്റെ സ്ഥാപനങ്ങൾ റിപ്പയർ ചെയ്യാനുണ്ടെങ്കിൽ അത് ഈശോയ്ക്ക് ഏൽപ്പിക്കുക. ഇത് കൃപാസനം. പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇന്നെൻ്റെ കണ്ണീരിന് ചക്കാലക്കൽ പിതാവ് എഴുതിയിരിക്കുന്ന പോലെ കൃപാസനം ഇന്നെൻ്റെ കണ്ണീരിൻ്റെ, മനുഷ്യൻ്റെ കണ്ണീരിൻ്റെ ഉത്തരമെന്ന് ദൈവം ഉത്തരം നൽകുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടി. ആ ഉടമ്പടിയുടെ ആരാധനയിലാണ് നീ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. മുട്ടയിൽ നിന്ന് കൈകൾ കൊപ്പി സമാപന ആശംസിക്കും. നമ്മുടെ എല്ലാ ഉടമ്പടി നിയോഗങ്ങള് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളെയും ഞങ്ങളെല്ലാം ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും
അങ്ങേക്കാരാധന. ധ്യാനമുള്ള ദിവസവും ഞായറാഴ്ചകളിലും അച്ഛൻ ആരെയും കാണുന്ന ദിവസമല്ലെന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അത് വീണ്ടും ഓർപ്പിക്കുന്ന ആവേ 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 മരിയ ആവേ 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 മരിയ. ഒന്ന് രണ്ട് അറിയിപ്പുണ്ടേ. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളെ കൃപാസനത്തോട് പോരാൻ നേരത്ത് എപ്പോഴായാലും അറിയിപ്പുകളൊന്നും നോക്കിയിട്ട് പോകണം കേട്ടോ. ധ്യാനത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ അറിയിപ്പുണ്ടാകും, അപ്ഡേഷൻ, കൃപാസനത്തിൻ്റെ അറിയിപ്പ് അവസാന ഭാഗങ്ങളുണ്ടാകും. അപ്പം അതൊന്ന് നോക്കിയിട്ട് പോരണം. എല്ലായ്പ്പോഴും അപ്പ് ചെയ്യുന്ന ഇതിൻ്റെ അവസാനം അറിയിപ്പുണ്ടാകും. കൃപാസനത്തിലേക്ക് മക്കൾ പോരുമ്പോൾ അകലെ നിന്നൊക്കെ വന്നുള്ളവർക്ക് പ്രത്യേകിച്ച് ഈ ആഴ്ച 3-ാം തീയതി തൊട്ട് 3-ാം തീയതി ബുധനാഴ്ച അല്ലേ, അപ്പോൾ ഞാൻ തീർത്ഥയാത്രയ്ക്ക് പോവുകയാണ്. 4 കൊല്ലം മുമ്പ് പോയി അവസാനിപ്പിച്ചതായിരുന്നു. കാര്യം എനിക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു. ഇവിടെ ആൾക്കാരെല്ലാം നിറച്ചായി. പണ്ട് ഞാൻ എല്ലാ മാസവും ഒരു വർഷം 2 പ്രാവശ്യമൊക്കെ പോകുമായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം 22-ാം തീയതി അമ്മയുടെ ചിത്രം കാണിച്ചുകൊണ്ടാണ് അമ്മ ക്ഷണിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഫിക്സ് ചെയ്ത് അവിടെ വെച്ച്. അപ്പോൾ ഞാൻ 3-ാം തീയതി പോയിട്ട് ഞായറാഴ്ച വരും. ഇത് അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വരുന്ന ആൾക്കാർക്കാണ് ഈ അനൗൺസ്മെൻറ്റ്. അല്ലെങ്കിൽ അച്ഛനും കൃപാസനമായിട്ട് ശുശ്രൂഷമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഇല്ല. കാര്യം അത് അമ്മ നേരിട്ട് ചെയ്യണ കാര്യങ്ങളാണ്. ഈ 99 സാക്ഷ്യങ്ങളും അമ്മ സത്യമായിട്ട് നേരിട്ട് ചെയ്യണതാണ്. 1-2 സാക്ഷ്യങ്ങൾ എന്നെ കാണാൻ വരുന്ന ആൾക്കാർക്ക് സംഭവിക്കുന്നതെന്നല്ലാതെ ഉടമ്പടിയിലാണ് എല്ലാ കാര്യവും നടക്കുന്നത്. അതുകൊണ്ട് ഉടമ്പടി പുതുക്കുന്നതും ഉടമ്പടി എടുക്കുന്നതും എല്ലാ ദിവസവും ഉണ്ടായിരിക്കും. ഉടമ്പടി പുതുക്കുന്നതും ഉടമ്പടി എടുക്കുന്നതും എല്ലാ ദിവസവും ഉണ്ടാകും. ഒരു മാറ്റമില്ലാത്ത രീതിയിലുണ്ടാകും. അതിന് മാറ്റം ഉണ്ടാകത്തില്ല. പക്ഷേ നിങ്ങൾ ഈ പരീക്ഷക്കാരില്ലേ, ഇപ്പോൾ OIT, MOH, HAD, IELTS, അവർ അച്ഛനെ കാണാൻ വരുന്ന ആൾക്കാരുണ്ട് പ്രെയർ കിട്ടാൻ വേണ്ടി. അവർക്ക് 4 തരം പ്രാർത്ഥനയാണ്. 15 മിനിറ്റ് എടുക്കത്തുള്ളൂ, പക്ഷേ 4 തരം പ്രാർത്ഥന അവർക്കുള്ളത്. എല്ലാ പ്രൊഫഷണൽസിനെയും രാവിലെ 10:30 ഒരു സെക്ഷൻ. ആ സെഷൻ കഴിയുമ്പോൾ അച്ഛൻ റിട്ടയർ ചെയ്യുന്നതാണ്. ലഞ്ചിന് റിട്ടയർ ചെയ്യുമ്പോൾ ഒരു സെഷൻ കൂടി എടുക്കും. പിന്നെ 2:30 ഒരു സെഷൻ. പിന്നെ അവസാനം ഉള്ളവരെ ഇവിടെ കൂട്ടത്തിൽ കയറ്റിവിടും. കാര്യം ബാക്കിയുള്ളതെല്ലാം ഉടമ്പടി വിധിപ്രകാരമുള്ള കൗൺസിലിംഗാണ്. അതിനകത്തും വരുന്നത് ഗൗരവതരമായ രോഗികളെയൊക്കെ പണ്ട് ഞാൻ പറഞ്ഞില്ലേ, പണ്ട് എപ്പോഴും 3 ഉടമ്പടി പുതുക്കിയാലേ അച്ഛൻ ആൾക്കാരെ കാണത്തുള്ളായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഉടമ്പടി എടുത്താൽ അന്ന് തന്നെ കാണും. അതിന് വിഷയം സീരിയസ് ആയിരിക്കണം. വിഷയം സീരിയസ്, പക്ഷേ വ്യക്തിക്കല്ല പ്രാധാന്യം, വിഷയത്തിനാണ്. ആ വിഷയം എന്തുമാത്രം സീരിയസ് ആണ്, അത് വെച്ച് താമസിപ്പിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ, അതാണ് അച്ഛനെ കാണാനുള്ള മാനദണ്ഡം. ഇപ്പോൾ ഒരു ദിവസം പോലും ഒരാഴ്ച പോലും വെച്ച് താമസിപ്പിക്കാൻ പറ്റാത്തതാണെങ്കിൽ ആ ആഴ്ച അപ്പം തന്നെ കണ്ടിരിക്കും ആളാണ്. ചിലപ്പോൾ നിർദ്ദേശം പറയും, ചിലപ്പോൾ ആ വിഷയം പ്രാർത്ഥിക്കും. ഇപ്പോൾ ഇന്നലെയൊക്കെ അപ്പുറത്തന്നെ കണ്ട്. എന്താ കാര്യം? അവർ പോവുകയാണ്. അവർ ഇപ്പോഴെങ്കിലും വരത്തില്ല നാട്ടിലേക്ക്. അവരെ ബ്ലെസ്സിങ്. അപ്പോൾ അവരുടെ ബ്ലെസ്സിങ്ങിൻ്റെ കൂടെ അവരവരുടെ കാര്യം പറയും. അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ചീട്ട് വാങ്ങിക്കുമ്പോൾ ഇപ്പോൾ ഇതുപോലെ എമർജൻസി വെച്ച് താമസിപ്പിക്കാൻ പറ്റാത്ത വിഷയം, പിന്നെ ഡേറ്റ് ബാറുള്ള വിഷയം, ഡേറ്റ് ബാറല്ലേ, പിന്നെ പ്രോസസ്സിലിരിക്കുന്നത്. ഇപ്പോൾ ചിലൊന്നും വെച്ചാൽ ഈ ആഴ്ചയിലാണ് ജഡ്ജ്മെൻറ്റ് കേട്ടോ എന്ന് പറയും. അത്രയും മതി. ജഡ്ജി എഴുതിയിട്ടില്ല, പക്ഷേ എഴുതുമെൻ്റെ. പക്ഷേ അമ്മയുണ്ടല്ലോ, അപ്പം അമ്മ എടുത്ത് ഈ വിഷയം പറയും. ജഡ്ജിയെ എഴുതുമ്പോൾ അമ്മ ഉണ്ടാകണമെന്ന് പറയും. സച്ചാരി മാതാവാണ് നമ്മളത് പറയും. കാര്യം ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ ആ ലെവലിലുണ്ട്, ഞെട്ടിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാം അവസാനിച്ച് എന്ന് പറയരുത് മക്കളെ, ഒന്നും അവസാനിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കേസുകൾ, അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ആൾ കൂടുതലാണെങ്കിൽ ചിലപ്പോൾ അവിടെ നിന്ന് കുറച്ചൊക്കെ സഹിക്കാവുന്ന കാര്യം അവർ പറയും, അമ്മയോട് നിങ്ങൾ കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ട് പോയിക്കോ എന്ന് പറയും. കാര്യം ഞാൻ 100 ചീട്ട് വരെ എടുക്കുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരം 6 മണിയാവും. 100 ചീട്ട് വരെ എടുക്കുന്നുണ്ട്. രാവിലെ തൊട്ട് എടുക്കണമല്ലേ. ഇപ്പോൾ രാവിലത്തെ ക്ലാസ്സെല്ലാം കഴിഞ്ഞിട്ട് 7 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെയല്ലേ നിൽക്കണത്. അപ്പോൾ കാലൊക്കെ ഒരു പരിപാടിയായിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടാണ് അവർ പറയണത് അങ്ങനെ. അതില്ലാതെ മനഃപൂർവ്വം നിങ്ങളെ അവോയ്ഡ് ചെയ്യണതല്ല. അപ്പോൾ എമർജൻസി എടുത്തു പോകും. 8 ഹൈ എമർജൻസിയൊക്കെ എല്ലാം എടുത്തു. ഇപ്പോൾ ക്യാൻസർ,
കരരോഗം, കിഡ്നി രോഗം, അതുപോലെ തന്നെ അതുപോലെയുള്ള രോഗങ്ങൾ, അതൊക്കെ അപ്പം തന്നെ എടുക്കും. കാരണം രോഗിനെ നിർത്തിക്കൊണ്ടിരിക്കാൻ പോലും പറ്റത്തില്ല, ഒരു മണിക്കൂർ പോലും നിർത്തിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഒറ്റ പ്രാർത്ഥന കൊണ്ട് അമ്മ അയാളെ സഹായിച്ചെന്ന് വരും. കാരണം നിങ്ങൾ സാക്ഷ്യം കണ്ടില്ലേ ഇല്ലേ, കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്ന സാക്ഷ്യങ്ങൾ ഒരൊറ്റ പ്രാർത്ഥനയാണ്. ആ സിസ്റ്റ് കാണാനില്ല. പിന്നെ എവിടെ ന്യൂഹാൻസാണ് എവിടെയാണ്, അവിടെ ഓപ്പറേഷൻ നിശ്ചയിച്ച സംഭവമല്ലേ. അതിനകത്ത് 4 ഡോക്ടർമാർ ഓപ്പറേഷൻ എഴുതിയ കാര്യങ്ങളാണ്. പക്ഷേ എന്താ സംഭവിച്ചു? ഒരൊറ്റ ഉടമ്പടി, ഒരൊറ്റ കഴിയപ്പോൾ പ്രാർത്ഥന, പിന്നെ ആ സംഭവം ഇല്ല, കാണാനില്ല. ആ സാക്ഷ്യം നിങ്ങൾ നോക്കിയാൽ മതി. നമുക്ക് ഉള്ള ഏറ്റവും വലിയ അനുഗ്രഹം ഇക്കാലങ്ങളിൽ ദൈവം ഇതുപോലെ എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ ആർക്ക് വേണമെങ്കിലും നോക്കിയെടുക്കാം. പിന്നെ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ വായും പൊളിച്ച് നോക്കരുത്, മനസ്സ് തുറന്നാണ് നോക്കേണ്ടത്. സാക്ഷ്യത്തെ വണ്ടറല്ല നമുക്ക് വേണ്ടത്, വിശ്വാസമാണ് വേണ്ടത്. ആ സാക്ഷ്യം കേൾക്കുമ്പോൾ ആ വിശ്വാസം എനിക്ക് കൈമാറി കിട്ടാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ അച്ഛനെ രോഗികളെ വരുമ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി കൂടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണം. കാര്യം ഇവിടെ ഒരു മിനിറ്റ് മതി, ആ മിനിറ്റിനുള്ളിലെല്ലാം നടക്കണം. നിങ്ങൾ വേറെ ചിന്തിക്കരുത്, ദൈവത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാവൂ, വേറെ ഒന്നും ചിന്തിക്കരുത്. ഇവിടെ നിൽക്കുന്ന സമയത്തും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ആ ചീട്ടല്ല, അങ്ങനെയുള്ളവർക്കുള്ള ചീട്ടല്ല രാവിലെ 10 മണിക്ക് ഇഷ്യൂ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഉടമ്പടിയും പഴയ ഉടമ്പടിയാണെങ്കിൽ അത് പുതുക്കി, ഇപ്പോൾ ഉടമ്പടിയില്ല, ഇപ്പോൾ ഇന്ന് ഉടമ്പടി എടുക്കുന്നവർക്കാണെങ്കിൽ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് 12 ആകുമ്പോഴാണ് അത് തീരണത്. അപ്പോൾ 12:30 ചീട്ട് കൊടുക്കും. അപ്പോൾ ഉടമ്പടി എടുക്കാത്തവർ വരത്തില്ലേ രോഗികളെയും കൊണ്ട്, അപ്പോൾ അവർക്ക് ഉടമ്പടി അവർ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം, അച്ഛനെ കാണാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ രോഗികളായാലും ശരി, നിങ്ങൾ ഫസ്റ്റ് ആദ്യ സെഷനിൽ തന്നെ വരണം. വന്നാൽ ഗുണം 12:30 ഇറങ്ങാൻ പറ്റും ഉടമ്പടി ചെയ്ത്. അപ്പോൾ ഉടനെ അവിടെ നിന്ന് ചീട്ട് ഇഷ്യൂ ചെയ്യും, 2:30 കാണാൻ പറ്റും. നിങ്ങൾ 2:30 വന്നാൽ പാടായിരിക്കും. കാര്യം 2:30 ഉച്ച കഴിഞ്ഞുള്ള ചീട്ട് ഇഷ്യൂ ചെയ്യണത്. അത് 3 മണിയാകുമ്പോൾ തന്നെ 120 ചീട്ടാകുമ്പോൾ അവർ എഴുന്നേറ്റ് പോകും, പിന്നെ കിട്ടത്തില്ല. പിന്നെ നിങ്ങൾക്ക് പിറ്റേ ദിവസമോ പിറ്റേ ആഴ്ചയിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അച്ഛനെ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ വന്ന് തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം നിർവഹിച്ച് നിൽക്കണം. കാരണം ഉടമ്പടി ധ്യാന കേന്ദ്രമായതുകൊണ്ട് വേറെ തലക്ക് പിടുത്തവോ രോഗിയല്ലേ അങ്ങനെയുള്ള പ്രത്യേക കാരുണ്യമില്ല. നിങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം ഉടമ്പടി എടുത്തിട്ട് അതുവഴി വിശുദ്ധീകരിക്കപ്പെട്ടിട്ട് അതുവഴി ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് അതുവഴി അമ്മയുടെ മധ്യസ്ഥന് ഉറപ്പ് വരുന്നതാണ് കൃപാസനത്തിൻ്റെ ഏറ്റവും വലിയ കാരുണ്യം എന്ന് പറയുന്നത്. ആ ദൈവം നമ്മൾ കാണിച്ച കാരുണ്യമാണ്. അപ്പം അതുകൊണ്ട് ആ രീതിയിൽ തന്നെ നിങ്ങൾ ചിട്ടയായിട്ട് വരിക. അടുത്ത അറിയിപ്പ്, ഈ PSC-ക്കാർ ഈ IELTS OET പോലെ തന്നെ അതിനേക്കാൾ പ്രാധാന്യമാണ് PSC. നിങ്ങൾക്കറിയത്തില്ല PSC-യുടെ വില, കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകും നിങ്ങൾക്ക്. ഇപ്പം എല്ലാവരും ഇപ്പം തന്നെ വിമാനം കയറി രാജ്യം വിട്ട് പോണ ഒരു ടെൻഡൻസിയാണ്. പക്ഷേ നാട്ടിൽ നിൽക്കുന്നവർ മര്യാദയ്ക്ക് PSC എഴുതാൻ നോക്കണം. നാട്ടിൽ നിൽക്കാൻ ഉദ്ദേശിക്കുന്നവർ എത്ര കഷ്ടപ്പെട്ട ഒരു 10-20 പരീക്ഷയിലും കുഴപ്പമില്ല, എഴുതുക. അതിൻ്റെ കൂടെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യാൻ നോക്കണം. പിന്നെ നീല ഉടമ്പടിയുണ്ട്, വെള്ള ഉടമ്പടിയുണ്ട്. അവർക്ക് നീല ഉടമ്പടി വെച്ചാൽ 2-ാം കൊല്ലത്തേക്ക് പ്രവേശിക്കുന്നവരാണ്. വെള്ള ഉടമ്പടി 3-ാം കൊല്ലത്തേക്ക് പ്രവേശിക്കുന്നവരാണ്. അവർക്ക് ഇത് കിട്ടും, മെസ്സേജ് കിട്ടും. ഏതെങ്കിലും വിഷയം ബ്ലോക്കായിട്ടുണ്ടെങ്കിൽ അത് എപ്പോൾ നടക്കും, എന്താണ് ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് ബ്ലോക്ക് ആകണത്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരുമോ, എല്ലാ കാര്യവും പറയും. അത് ഈ വെള്ള ഉടമ്പടിക്ക് 10 മിനിറ്റോളം ചിലപ്പോൾ കിട്ടും. നീല ഉടമ്പടിക്ക് 5 മിനിറ്റ്, പച്ച ഉടമ്പടിക്ക് 2 മിനിറ്റ്. അങ്ങനെയാണ്. നിങ്ങൾ എന്തുമാത്രം സമയമാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിന് ആനുപാതികമായിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഉടമ്പടി, അത് കാരണം അതിൽ നിങ്ങൾ കറക്റ്റായിരിക്കാൻ നോക്കണം. ഇവിടെ വന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല. കാര്യം ഇവിടെ ഒരു ദിവസം 300 ഉടമ്പടി 400 ഉടമ്പടി ചെയ്യുന്ന സമയത്ത് ഓഫീസിൽ സംസാരിക്കാനൊന്നും പറ്റത്തില്ല. നിങ്ങളുടെ പേപ്പർ ഓക്കെ ആകണം നോക്കിയാൽ പ്രശ്നം തീർന്ന്. പേപ്പർ ഓക്കെയാണ് അതിങ്ങോട്ട് അവർ പറഞ്ഞു പ്രശ്നം. അപ്പോൾ 3 പേര് നിർത്തി നിന്നാണ് പേപ്പർ നോക്കണത്. കാര്യം കുറേ പേപ്പർ നോക്കാറുണ്ടല്ല, നിങ്ങളുടെ കുറേ പേപ്പർ നോക്കാനില്ലേ. ആ ഉടമ്പടി കൂടെ കിട്ടുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ പേപ്പറുണ്ട്, അതെന്താണ് ക്ലാപ്പ് പേപ്പർ, അതിൻ്റെ മാർക്ക്. അപ്പോൾ നിങ്ങളുടെ റേറ്റ്, നിങ്ങളുടെ നിലവാരം അറിയാൻ പറ്റും. നിങ്ങളെങ്ങനെ ഉടമ്പടി പുരോഗമിക്കണമെന്ന് അറിയാൻ പറ്റും. നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതം എങ്ങനെയാണ്, ഈശോയുടെ അടുപ്പം, പ്രാർത്ഥനാ ജീവിതം എങ്ങനെയാണ്, എല്ലാം പറഞ്ഞാൽ ക്ലാപ്പിലാണ് പറയണത്. അപ്പം അതുകൊണ്ട് അത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് മെസ്സേജ് കിട്ടാനുള്ള എളുപ്പം സാക്ഷ്യമാണ്. സാക്ഷ്യം ഇവിടെ പറയുന്ന സാക്ഷ്യങ്ങളാണ്. ഇവിടെ പറയുന്ന സാക്ഷ്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ 20 സാക്ഷ്യം ആൾക്കാരെ ഇന്ന് റിപ്പോർട്ട് ചെയ്താൽ
അതിന് 2 സാക്ഷ്യം മാത്രമേ ഇവിടെ പറയിപ്പിക്കത്തുള്ളൂ, അൾത്താറെ പറയിപ്പിക്കത്തുള്ളൂ. കാര്യം അത് മോസ്റ്റ് ഉടമ്പടി കണ്ടൻ്റ് ഉള്ളതായിരിക്കും. അപ്പോൾ 40 സാക്ഷ്യം കിട്ടിയാൽ 4 പറയിപ്പിക്കും, ചിലപ്പോൾ 6 പറയിപ്പിക്കും സാക്ഷ്യങ്ങൾ സമയമുള്ള പോലെ. സാക്ഷ്യമെല്ലാം വേരിഫൈ ചെയ്യണ്ടേ, ഉടമ്പടി എല്ലാം കറക്റ്റായിട്ടാണ് ആ സാക്ഷ്യം. ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വേറെ വല്ല പ്രാർത്ഥനയും കൂടി കാണും, വേറെ വല്ല ധ്യാനകേന്ദ്രത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നവരും, അപ്പോൾ അവിടെ നടന്ന അത്ഭുതമായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഉടമ്പടി ചേർത്ത് ഇവിടെ പറയിപ്പിക്കണത്, ഇവിടെ അങ്ങനെ പറയിപ്പിക്കത്തില്ല. ഇവിടെ നിങ്ങൾ ഉടമ്പടി സംഭവിച്ച കാര്യങ്ങൾ മാത്രമേ പറയിപ്പിക്കത്തുള്ളൂ. കാര്യം മറ്റുള്ള ധ്യാനകേന്ദ്രങ്ങളുടെ അനുഗ്രഹങ്ങൾ ദൈവം അവിടെ ചെയ്ത കാര്യങ്ങളാണത്. നിങ്ങളത് അവിടെയാണ് അത് പറയേണ്ടത്. തീർച്ചയായിട്ടും പറയണമല്ലോ. ദൈവം എന്ത് ചെയ്താലും നിങ്ങൾ പറയണം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈശോ അത് ആഗ്രഹിക്കുന്നുണ്ട്. 10 പേരല്ലേ സുഖപ്പെട്ടത്, 9 പേരെന്ന് പറയുമ്പോൾ എവിടെയെന്ന് ചോദിക്കത്തില്ലേ. എന്നിട്ട് നീ കുട്ടരോടെ പറഞ്ഞത്, നീ സിറ്റി സ്റ്റേറ്റിൽ പോകണം, പട്ടണത്തിൽ പോയിട്ട് എല്ലാവരും വിളിച്ച് പറയണം ദൈവം നിനക്ക് ചെയ്ത കാര്യങ്ങൾ. അത് ദൈവവിശ്വാസം ആൾക്കാർക്ക് ഉണ്ടാകാനും വിശുദ്ധി ഉണ്ടാകാനും ദൈവം നിങ്ങളെ കൈവിട്ടിട്ടില്ല എന്ന് ജനത അറിയിക്കാൻ വേണ്ടിയാണ് സാക്ഷ്യം പറയണത്. അതുകൊണ്ട് സാക്ഷ്യം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. എന്നെ ഒത്തിരി പേര് ഡിസ്കറേജ് ചെയ്യുമായിരുന്നു, നിങ്ങളുടെ സാക്ഷ്യം നിർത്താൻ പാടില്ലേ, സാക്ഷ്യം ബിസിനസ്സാണ് എന്നൊക്കെ ബിഷപ്പുമാർ വരെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നോ മൈ ലോഡ്, അങ്ങനെയല്ല. സാക്ഷ്യമാണ് അടയാളം സ്ഥിരീകരിക്കണം. എന്താണ്? കർത്താവ് അവരോടുകൂടെ സഹകരിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. അപ്പം സ്ഥിരീകരണമാണ് 16:20 മർക്കോസിൻ്റെ സുവിശേഷം. സാക്ഷ്യം കിട്ടിയ നിങ്ങളുടെ ഉടമ്പടി ദൈവം സ്ഥിരീകരിച്ചെന്നാണ്. ഇപ്പം നീല ഉടമ്പടിയാണ്, വെള്ള ഉടമ്പടിയാണ്, സാക്ഷ്യം പറഞ്ഞിട്ടില്ലെങ്കിൽ ആ ഉടമ്പടി സ്ഥിരീകരിച്ചിട്ടില്ല. ദൈവം നിങ്ങളുടെ ഉടമ്പടി സ്ഥിരീകരിച്ചിട്ടില്ല. പിന്നെ എനിക്കത് നോക്കേണ്ട കാര്യമില്ല. ദൈവം സ്ഥിരീകരിക്കാത്തൊരു സാധനത്തിന് ഞാൻ എന്തിനാണ് സമയം വേസ്റ്റ് ചെയ്യണം? ഐ വിൽ നോട്ട് വേസ്റ്റ് മൈ ടൈം. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇത്രയും നാളായിട്ട് നിങ്ങൾ ഉടമ്പടിയിൽ സാക്ഷ്യമില്ല, സ്ഥിരീകരിച്ചില്ലെങ്കിൽ ദൈവം അതിൻ്റെ അർത്ഥം ഒന്നെങ്കിൽ നിങ്ങൾ സാക്ഷ്യമുണ്ട്, നിങ്ങളത് നാട്ടുകാരെ പേടിച്ചിട്ട് പറയാതിരിക്കുന്നതാണ്. അപ്പം അങ്ങനെ ദൈവത്തിനെ അംഗീകരിച്ച് ഏറ്റു പറയാൻ നാണമുള്ള ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമില്ല. സുവിശേഷം എന്ന് പറയുന്നത് ധൈര്യമാണ്. 10 മനുഷ്യരുടെ മുമ്പിൽ യേശുവിനെ ഏറ്റു പറയാനുള്ള ധൈര്യം എന്ന് പറയുന്നത് യേശുവിനെ ഏറ്റെടുപ്പാണ്. അത് മേരി മാഡലെ കാണിച്ചൊരു ധൈര്യമാണ്. അങ്ങനെ ധൈര്യമില്ലാത്ത ആൾക്കാരോ അല്ലെങ്കിൽ യേശുവിനെ ഏറ്റു പറയാനും മറ്റുള്ളവരെ മനുഷ്യരെക്കാളും യേശുവിനേക്കാളും ഉപരി മനുഷ്യരെ പേടിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവരൊന്നും ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യത്തില്ല, സത്യമായിട്ട് പ്രൊമോട്ട് ചെയ്യില്ല. എൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. അല്ലാതെ തന്നെ എത്രയോ വലിയ സാക്ഷ്യങ്ങൾ ക്രൈസ്തവരും അക്രൈസ്തവരും വന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ സാക്ഷ്യം ഞങ്ങൾ നോക്കണത് നിങ്ങളുടെ ഉടമ്പടി സ്ഥിരീകരിച്ചിട്ടുണ്ടോ എന്നറിയാം, സാക്ഷ്യമുണ്ടെന്ന് നോക്കത്തുള്ളൂ. സാക്ഷ്യം പറഞ്ഞതാണ് അത് ഇവിടെയും ചോദിക്കും, അവിടെയും ചോദിക്കും, ഇവിടെയും ചോദിക്കും. ഇവിടെയും വന്നിട്ട് സാക്ഷ്യം പറഞ്ഞതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ബ്ലെസ്സിങ് വണ്ടി വിട്ടേക്കാൻ പറയും. നിങ്ങൾ മര്യാദയ്ക്ക് പോയി പറഞ്ഞതുപോലെ എല്ലാം കൃത്യമായിട്ട് ചെയ്ത് സാക്ഷ്യമാക്കാൻ പറയും. അതിൻ്റെ അർത്ഥം ചില ആൾക്കാരെ പത്രം മാത്രം കൊടുക്കും, അത് 10, 15, 2, 3 ഒക്കെ ആയിട്ട് വിറച്ച് തല്ലിയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ കുടയും മറച്ച് വെച്ചുകൊണ്ട് ഇങ്ങനെ ഒളിച്ചോട്ട ക്രിസ്ത്യാനിയുണ്ട്. ഇങ്ങനെയുള്ള നമ്പറിനൊക്കെ ഒന്നും ഇവിടെ അഡ്മിറ്റ് ചെയ്യത്തില്ല. മര്യാദക്ക് നിന്ന് ഫൈറ്റണം കർത്താവിന് വേണ്ടി. യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തം ഭൂമി വീണിട്ടുണ്ട്. അതിന് സാത്താനുള്ള പ്രതികാരമാണ് എൻ്റെ ജീവിതമെന്ന് പ്രേക്ഷ ജീവിതം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്കും അങ്ങനെ തന്നെയുള്ള പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഉദ്ദേശം അതാണ്. അപ്പം അതുകൊണ്ട് കർത്താവിൻ്റെ തിരിച്ചുവരയോടുള്ള ഐക്യദാർഢ്യവും അതുപോലെ തന്നെ അതിനെ കാരണമാക്കിയ ശക്തിയോടുള്ള അടങ്ങാത്ത പോരും സുവിശേഷ പോരാട്ടമാണിത്. അതാണ് പത്രം നിന്ന് കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. പത്രത്തിലുള്ളത് മുഴുവൻ ദൈവവചനം മാത്രമേ കൃപാസന പത്രത്തിലുള്ളത്. സാത്താൻ ആദ്യം അറ്റാക്ക് ചെയ്ത് കൃപാസന പത്രത്തിലല്ലേ. എന്തെല്ലാം പ്രശ്നമുണ്ടായി. എന്നിട്ട് കൃപാസനം എന്ത് സംഭവിച്ചു? മുമ്പത്തേക്കാൾ 3 ഇരട്ടി ജനങ്ങൾക്ക് അനുഭവങ്ങളായി. അന്നും ഞാൻ പറയുമായിരുന്നു, കൃപാസനത്തിൻ്റെ അടിത്തറ ആൾക്കാരുടെ ആധ്യാത്മിക അനുഭവങ്ങളാണ്, വേറെ ഒന്നുമല്ല. അതുകൊണ്ട് നിങ്ങൾ സാക്ഷ്യം പറയണം. സാക്ഷ്യം പറയുമ്പോൾ ഞങ്ങളത് ഒപ്പിട്ട് നിങ്ങൾ കയ്യിൽ തരും. ഒരു കോപ്പി ഇവിടെ സൂക്ഷിക്കുകയും ചെയ്യും. ആ കോപ്പി നിങ്ങൾ തന്നെയാണ് ഫോട്ടോസ്റ്റാറ്റ് ഇതൊന്നും തരേണ്ടത് കേട്ടോ. അടുത്ത പ്രോജക്റ്റ് അമ്മയ്ക്കൊരു മുറി, അമ്മയ്ക്കൊരു പ്രാർത്ഥനാ മുറി, എൻ്റെ സ്വന്തം മുറി. ഇത് തീർത്ഥാടകരെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പ്രേക്ഷിത പദ്ധതിയാണ്. ഇതര രാജ്യങ്ങളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നവരും ഇതര ജില്ലകളിൽ നിന്ന് വരുന്നവർ അവർക്ക് തങ്ങി പ്രാർത്ഥിക്കാനും താമസിച്ചവർക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു മുറി പദ്ധതിയാണ്. ഈ നമുക്ക് ആഗസ്റ്റ് 15 സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. കൃപാസനം 2001 ആഗസ്റ്റ് 15 തറക്കല്ലിട്ടത് ഇവിടെ. പണ്ട് പോലെ കൃപാസനം ഉണ്ട്, ഇവിടെ തറക്കല്ലിട്ടത്. അതുപോലെ ആഗസ്റ്റ് 15
ആണ് ഈ പ്രോഗ്രാം തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മുറി ആവശ്യമുള്ളവർ 4 കൊല്ലം കിട്ടും, അല്ല 5 കൊല്ലം കിട്ടും ഫ്രീ ആയിട്ട്. 5 കൊല്ലം ഫ്രീ ആയിട്ട് കിട്ടും. ഒരു 4 ദിവസം, ഒരു വർഷം 4 ദിവസം ഫ്രീ ആയിട്ട് കിട്ടും. അങ്ങനെ 5 കൊല്ലം. മുറി ആവശ്യമുള്ളവർ ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. അതിൻ്റെ ഒരു ചെറിയ ഒരു എമൗണ്ട് ഉണ്ട്, അതവിടെ പറഞ്ഞാൽ മതി. 94 476 96 815 അതാണ് നമ്പർ. ആ നമ്പറിൽ വിളിക്കുമ്പോൾ മുറി കിട്ടും. 94 47 69 68 15. മിഷണറീസ് ഓഫ് മരീൻ അപ്പാരിഷൻസ്, മാതാവിൻ്റെ തിരുസന്നിധിയിൽ ജോലി ചെയ്യാൻ, പ്രേക്ഷിത ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ, ഇവിടെ നിന്ന് ജോലി ചെയ്യാൻ താല്പര്യമുള്ള പുരുഷന്മാർ, പിന്നെ സ്ത്രീകൾ, പിന്നെ പെൺകുട്ടികൾ, ആരായാലും സിസ്റ്റർമാർ, ബഹുമാനപ്പെട്ട സിസ്റ്റർമാർ, ചില ഇവിടെ നിന്ന് ജോലി ചെയ്യാൻ, അപ്പോൾ അവർക്കിവിടെ താമസിക്കാൻ പറ്റും. സ്ത്രീകളാണെങ്കിൽ കോൺവെൻറ്റിൽ താമസിക്കാൻ പറ്റും. ചിലപ്പോൾ 3 മാസം അല്ലെങ്കിൽ 6 മാസം ആർക്കാണ് സൗകര്യമുള്ളവർ അവർക്ക് ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. 82 ഈ നമ്പറാണ് 82 81 29 75 11. രണ്ടാം ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ എല്ലാ 2-ാം ചൊവ്വാഴ്ചകളിലും തമിഴ് ഉടമ്പടി ഉണ്ടായിരിക്കുന്നതാണ്. തമിഴ് ഉടമ്പടി നടക്കുന്നത് 2-ാം ചൊവ്വാഴ്ചയാണ്. പിന്നെ ചാരിറ്റി മിഷൻ 2-ാം ചൊവ്വാഴ്ചയാണ് എൻ്റെ കൂട്ടായ്മ. ചാരിറ്റി മിഷൻ എന്ന് പറയുന്നത് ചില ആൾക്കാർ ഈ വസ്ത്രം കൊണ്ടുവന്ന് ഇവിടെ ഏൽപ്പിക്കുന്നുണ്ട്, നിങ്ങളെ കൊടുത്തതിൻ്റെ ബാക്കി. അപ്പം ഞങ്ങളത് കളക്ട് ചെയ്തിട്ട് ഞങ്ങളെ പാവത്തങ്ങളെ കണ്ടെത്തിയിട്ട് ഇവിടുന്ന് പ്രേക്ഷിതരെ വിട്ട് അവിടെ കുടിപ്പിക്കും. അതങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. വസ്ത്രം ബാക്കിയുള്ളവരും കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് തീർച്ചയായിട്ടും അത് നമ്മുടെ ഉടമ്പടിയുടെ ഭാഗമായിട്ട് ചാരിറ്റി ആയിട്ട് മറ്റ് വ്യക്തികൾക്ക്, ഇല്ലാത്തവർക്ക് അത് എത്തിച്ചു കൊടുക്കുന്നതിനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. അത് ചാരിറ്റി മിഷൻ. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഉടമ്പടിയുടെ അനിവാര്യമായ ഘടകമാണ് യൂട്യൂബ് ചാനൽ. എല്ലാ ചൊവ്വാഴ്ചയും ഉടമ്പടി ധ്യാനം കൂടുക എന്നുള്ളത്. കാര്യം അതിൽ നിന്നാണ് ഉടമ്പടിയുടെ സാക്ഷരത കിട്ടണം, നമുക്ക് ഉടമ്പടി വചനം കിട്ടണമില്ല, അതിൽ നിന്ന് അപ്ഡേഷൻ കിട്ടണത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഉടമ്പടി ധ്യാനം, വചനം കൊടുക്കണമെങ്കിൽ വചനം അറിയണ്ടേ, ആ ഉടമ്പടി വചനം അറിയണത് ഉടമ്പടി ധ്യാനത്തിലൂടെയാണ്, ആരാധനയും. അപ്പോൾ അത് എല്ലാ ചൊവ്വാഴ്ച അതിനുവേണ്ടി നിങ്ങൾ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണം, അത് ഷെയർ ചെയ്യണം. അപ്പോൾ ഇത് ഒരു ബിസിനസ് അടിസ്ഥാനത്തിൽ പറയണതല്ല. എല്ലാവരും യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുമ്പോൾ അവർക്ക് അവരായിട്ടുള്ള ചില മോട്ടോസ് ഉണ്ട്. നമുക്ക് മണി മോട്ടോ ഒന്നുമില്ല, നമ്മൾ കമ്പനിയിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നില്ല. ചില ആൾക്കാരെങ്കിലും പറയും ഇത് പൈസ വാങ്ങിക്കാൻ വേണ്ടിയാണെന്ന് പറയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കമ്പനിയിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നില്ല, യൂട്യൂബ് കമ്പനിയിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നില്ല, കർത്താവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനമാണിത്. അതുകൊണ്ടാണ് നിങ്ങൾ ഷെയർ ചെയ്യാൻ പറഞ്ഞത്. ചിലരിങ്ങനെ പൈസയ്ക്ക് വേണ്ടിയൊക്കെ നിങ്ങളെ വിളിക്കുന്നുണ്ട്. കൃപാസനത്തിൽ നിന്നാണെന്നും പറഞ്ഞ്, അച്ഛനാണ്, ബ്രദറാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. എല്ലാം കള്ളത്തരമാണ്, തട്ടിപ്പാണ്, ശ്രദ്ധിക്കണമെന്ന് പറയുകയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിവിടെ പറയും, അത്രയേ ഉള്ളൂ. ഈ മൈക്ക് ആൾക്കാർ ഉപയോഗിച്ച് പറയും ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ അങ്ങനെ സാമ്പത്തിക വിഷയങ്ങളൊന്നും പറയാറില്ല. 30 കൊല്ലമായിട്ട് പറഞ്ഞിട്ടില്ല, കോവിഡ് വന്നിട്ട് പോലും പറഞ്ഞില്ലല്ലോ. അപ്പോൾ അത് പോളിസി മാറ്ററാണ്, പറയത്തില്ല. നമുക്കൊരു നയമുണ്ട്, ഈശോയെ കൊടുക്കുക, കർത്താവിനെ അറിയാത്തവർ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക, അതാണ് പ്രയോറിറ്റി. ബാക്കിയുള്ളത് അമ്മ ചെയ്യേണ്ടതാണ്. അമ്മ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്കൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല. അമ്മ അനുഗ്രഹിക്കുന്നവരൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുകയും ഈ കെട്ടിടങ്ങളൊക്കെ പണിയാൻ വേണ്ടി സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിൽ അമ്മ തോന്നിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫീസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അച്ഛനുമായിട്ട് ബന്ധപ്പെടരുത് സാമ്പത്തികമായ ഒരു കാര്യത്തിനും. കാര്യം ഞാനിവിടെ പബ്ലിക്കായിട്ടാണ് നിൽക്കുന്നത്. എൻ്റെ കൂടെ നിൽക്കുന്നത് ക്യാൻസർ രോഗികളും കിഡ്നി രോഗികളുമാണ്. അവരായിരിക്കും അവസാനം വരെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടുത്തെ വിഷയങ്ങൾക്ക് സാമ്പത്തികമായ ഒരു വിഷയം ഇവിടെ നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പബ്ലിക്കായിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വല്ല വിഷയം ഉണ്ടെങ്കിൽ ഓഫീസുമായി ബന്ധപ്പെട്ട്, പക്ഷേ രസീത് വാങ്ങിക്കണം. ഓഫീസുമായിട്ടേ ബന്ധപ്പെടാവൂ. രസീത് വാങ്ങിക്കുകയും ചെയ്യണം. കാര്യം ഇങ്ങനെ കളക്ട് ചെയ്യാൻ ആരും ഏൽപ്പിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ടാണ്. ലോകത്തിൽ എവിടെ ഇരുന്നു അമ്മയുടെ മുമ്പിൽ തിരിച്ച് പ്രാർത്ഥിക്കാൻ ലൈറ്റക്കാൻ്റെ പെയർ റിക്വസ്റ്റ് www.kribasanam.mariashrine.com എപ്പോഴും പറയുന്നതാണ്. എല്ലാവരും ഇപ്പോഴും ലൈറ്റക്കാൻ്റെ അകലൊക്കെ ഉള്ളവർ ലൈറ്റക്കാൻ്റെ പെയർ റിക്വസ്റ്റ് ഇട്ടാണ് ഓരോ കാര്യത്തിന് പോണത്. അതിൻ്റെ ആസ്തി എന്ന് പറയണത്
ലറ്റക്കാൻ്റെ പേര് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കും ഓൺലൈൻ ഉടമ്പടി ചെയ്താൽ എങ്ങനെയാണ് കാര്യം ചെയ്യാൻ പറ്റണതെന്ന് ഓർക്കും. നിങ്ങളുടെ പ്രാർത്ഥനയിലല്ല അത് ആശ്രയിച്ചിരിക്കുന്നത്. 30 കൊല്ലമായിട്ട് ഈ ശുശ്രൂഷാലയത്തിൻ്റെ പ്രാർത്ഥനയുണ്ട്. ഒരു ചുരുങ്ങിയതൊരു 5 കോടി ജപമാല, 5 കോടിയാണ്. അത് 30 കൊല്ലം, 89 മുതൽ ഇന്ന് വരെ 10 കൊല്ലത്തെ കടലി കൺവെൻഷൻ, പിന്നെ 10 കൊല്ലത്തെ മരിയൻ തപസ്, പിന്നെ അഖണ്ഡ ജപമാലയുടെ വർഷങ്ങൾ, 1000 മണി ജപമാല, അതിൻ്റെ വർഷങ്ങൾ, എത്രയോ വർഷം, 10-20 വർഷം ഇവിടെ 1000 മണി ജപമാല നടന്ന സ്ഥലമാണ്. ഇതെല്ലാമാണ് ഇതിൻ്റെ ആസ്തി എന്ന് പറയുന്നത്. അപ്പോൾ അതിലാണ് ലൈറ്റ് ക്യാൻഡിൽ പേർ റിക്വസ്റ്റ് ഞങ്ങൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ആ ആത്മീയ നിക്ഷേപത്തിൽ നിന്നാണ് നിങ്ങൾക്ക് ദൈവം അനുഗ്രഹം ഉണ്ടാക്കുന്നത്, അനുഗ്രഹം തരണത്. കൃപാസനത്തിൻ്റെ എല്ലാ പ്രവർത്തകർക്കും വേണ്ടിയും പ്രാർത്ഥിക്കും കേട്ടോ. നമുക്ക് ഒത്തിരിയേറെ ശുശ്രൂഷകൾ പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. അവിടെ എല്ലാം